ഇങ്ങനെ ഒരു ഡിസ്ക് ആണ് കേട്ടോ. ഈ ഡിസ്ക് ആണ് ആക്ച്വലി കാണുന്നത് പോയിന്റ് ഡി എന്ന് പറയുന്നത്. എ കോപ്പർ ഓർ അലുമിനിയം ഡിസ്ക് ഡി ഈസ് അറ്റാച്ച്ഡ് ടു ദി സ്പിൻഡിൽ എസ്. ഈ സ്പിൻഡിൽ, ഈ വെർട്ടിക്കലി കാണുന്ന സ്പിൻഡിൽ എന്ത് ചെയ്യും, ഈ ഡിസ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. When the pointer moves, the disc also moves. പോയിന്റർ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഡിസ്കും കൂടെ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. പോയിന്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, പോയിന്റർ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഡിസ്കും കൂടെ മൂവ് ചെയ്യും. സോ പോയിന്റർ ഇങ്ങനെ ഇതിൽ അറ്റാച്ച് ചെയ്താണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ പോയിന്റർ മൂവ് ചെയ്യുമ്പോൾ ഡിസ്കും മൂവ് ചെയ്യും. കാരണം സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമല്ലേ, സ്പിൻഡിലുമായിട്ട് ഡിസ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ പോയിന്റർ മൂവ് ചെയ്യുമ്പോൾ സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യും, സ്പിൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡിസ്കും റൊട്ടേറ്റ് ചെയ്യും. The disc is made to move in air gap between the poles of the permanent magnet M. So ഈ പെർമനന്റ് മാഗ്നറ്റ് M ആണ്, അതിന്റെ നോർത്തും സൗത്തും പോളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നോർത്ത് ആൻഡ് സൗത്ത് പോളിനിടയ്ക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ, ആ മാഗ്നറ്റിക് ഫീൽഡ് കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിസ്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ഒരു കോപ്പർ ഓർ അലുമിനിയം ഡിസ്ക്, സ്പെഷ്യലി അലുമിനിയം ഡിസ്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു എഡ്ഡി കറണ്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലേ, നമ്മൾ ട്രാൻസ്ഫോമറിൽ പഠിച്ചാണ് അല്ലേ. So the disc is made to move in the air gap between the poles of permanent magnet M. The moving disc cuts the flux, thereby inducing an eddy current in the disc. അപ്പോൾ ഇതെന്ത് ചെയ്യും, നോർത്ത് സൗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലക്സ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഫ്ലക്സിന് എന്ത് ചെയ്യും, ഈ ഡിസ്ക് കട്ട് ചെയ്യുമ്പോൾ ഇതിലെന്തുണ്ടാവും, ഈ ഡിസ്കിൽ ഒരു എഡ്ഡി കറണ്ട് ഉണ്ടാവും. അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, the flux produced by the eddy current opposes the movement of the disc. അപ്പോൾ ലെൻസസ് ലോ അനുസരിച്ച് എന്താണ്, ഈ എഫക്റ്റ് എന്ത് ചെയ്യും, കോസിനെ ഒപ്പോസ് ചെയ്യും. എഫക്റ്റ് ഒപ്പോസസ് ദ കോസ്. സോ ഈ എഫക്റ്റ്, അതായത് ഇതിലുണ്ടായ എഡ്ഡി കറണ്ട് എന്ത് ചെയ്യും, ഈ റൊട്ടേഷൻ കാരണമല്ലോ എഡ്ഡി കറണ്ട് ഉണ്ടാകുന്നത്, അത് റൊട്ടേഷൻ കാരണം ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നു, ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് എഡ്ഡി കറണ്ട് ഉണ്ടാകുന്നു. സോ ഈ റൊട്ടേഷനാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ റൊട്ടേഷൻ എന്ത് ചെയ്യും, ഇതിനെ റെസ്ട്രിക്ട് ചെയ്യും. ഓക്കെ, okay. So in the case of moving coil instrument, MC instrument, the moving coil is wound on the thin aluminum former. നമുക്ക് ഡിസ്കിന് ഒരു എന്ത് ചെയ്യുക, അലുമിനിയം ഫോർമർ ആണ് ഇവിടെ യൂസ് ചെയ്യുക. The eddy current induced in the former produces a damping force. അപ്പോൾ ഇവിടെ അലുമിനിയം ഡിസ്ക്, ഇനി അല്ലാതെ എന്താ പറയുക, നമ്മുടെ MC ഇൻസ്ട്രുമെന്റിലാണെങ്കിൽ അലുമിനിയം ഫോർമറിലാണ് നമ്മൾ വൈൻഡിങ് വരുന്നത്. അപ്പോൾ അലുമിനിയം ഫോർമറിൽ എഡ്ഡി കറണ്ട് ഉണ്ടാവും കേട്ടോ. അലുമിനിയം ഫോർമറിലാണ് എഡ്ഡി കറണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതൊരു സൈഡ് വ്യൂ ആണ്, ഇതൊരു ടോപ്പ് വ്യൂ ആണ് കേട്ടോ. ഇതൊരു ടോപ്പ് വ്യൂ ആണ്, ഇതൊരു സൈഡ് വ്യൂ ആണ്. രണ്ട് സെയിം ഫിഗർ തന്നെയാണ്. ഇത് മാഗ്നറ്റ്, ഇത് എന്താണ് ഡിസ്ക്, ഇത് സ്പിൻഡിൽ, ഈ കാണുന്ന എന്താണ് സ്പിൻഡിൽ, ഇതെന്താണ്, ഇത് പോയിന്റർ. ഓക്കെ, അതിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും വരാം. രണ്ട് ഫിഗർ ആണെന്ന് വിചാരിക്കരുത്, നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന എന്താണ്, ദിസ് വൺ ഈസ് മാഗ്നറ്റ്, ഈ മാഗ്നറ്റ് തന്നെയാണ് ഇത് കേട്ടോ. അതുപോലെ ഈ കാണുന്ന ഡിസ്ക് തന്നെയാണ് ഇത്, ഈ കാണുന്ന സ്പിൻഡിൽ തന്നെയാണ് ഈ കാണുന്ന പോയിന്റ്. ടോപ്പിൽ നോക്കുമ്പോൾ അല്ലേ, ഈ പോയിന്റർ തന്നെയാണ് ഈ പോയിന്റ്, റൈറ്റ്. Then air friction damping. എഡ്ഡി കറണ്ട് ഡാമ്പിങ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ചേംബർ ഉണ്ടോ, ഈ ചേംബറാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന സാധനം. സോ ഫിഗർ ഷോസ് ദ മെത്തേഡ് ഓഫ് ഒബ്റ്റൈനിങ് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്. A thin metal vein V, this is the metal vein V, is attached to the spindle S. ഇതാണ് സ്പിൻഡിൽ. സ്പിൻഡിലിൽ എന്ത് ചെയ്യും, ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, and the vein is made to move inside a sector shaped box E. This is the box. ഈ കാണുന്നതാണ് ബോക്സ്. ഈ ബോക്സിനകത്താണ് ഇത് മൂവ് ചെയ്യുന്നത് സ്പിൻഡിൽ. while the pointer moves on a graduated scale. പോയിന്റർ എന്ത് ചെയ്യും, ഒരു സ്കെയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ആ സ്കെയിലിൽ
ഇൻഡിക്കേറ്റ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യും പോയിന്റർ, റൈറ്റ്. നമുക്ക് ഇതെങ്ങനെയാണെങ്കിൽ ഓക്കെ. So alternatively, a vein in the form of a piston could be arranged to move inside an air chamber. അത് നമ്മൾ അടുത്തൊരു ഫിഗറിൽ കാണിക്കും. എയർ ചേംബർ അല്ലെങ്കിൽ ഇത് എയർ ചേംബർ പോലെ തന്നെയാണ് കേട്ടോ. ഇതിങ്ങനെ സ്പിൻഡിൽ മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഈ വെയിൻ എന്ത് ചെയ്യും, മൂവ് ചെയ്യും ഇവിടെ. In the above two cases, air inside the chamber opposes the movement of the vein or piston and thereby damping force is created. അപ്പോൾ ഇതിനകത്ത് വരുന്ന എയർ, ഈ കാണുന്ന ചേംബറിലെ ഈ ചേംബറിനകത്ത് എയർ ആണ് എന്ത് ചെയ്യുന്നത്, എയർ റെസ്ട്രിക്ട് ചെയ്യും എന്തിനെ, ഈ വെയിൻ്റെ മോഷനെ റെസ്ട്രിക്ട് ചെയ്യും. സോ ദാറ്റ് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് അവിടെ കിട്ടും, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് അവിടെ ഉണ്ടാവും. ഓസിലേഷൻസ് ഉണ്ടാവില്ല, ഓസിലേഷൻസ് റെഡ്യൂസ്ഡ് ആവും ഇത് കാരണം. സോ അനദർ ഫിഗറാണ് ഈ കാണിച്ചത്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു ചേംബർ, പിസ്റ്റൺ, അകത്തൊരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ആ പിസ്റ്റൺ വെച്ചിട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. സോ ഈ പോയിന്റർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, പോയിന്റർ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. പോയിന്റർ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റണും ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. സോ അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഇത് ഗ്രാവിറ്റി കൺട്രോളിന് വേണ്ടി കൊടുക്കുന്ന വെയിറ്റ് ആണ്. ഓക്കെ, ഈ കാണുന്ന ഗ്രാവിറ്റി കൺട്രോളിൻ്റെ വെയിറ്റ് ആണ്. സോ ഇത് ഡാമ്പിങ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ് ആണ്. ഒരു ഫിഗറാണ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൻ്റെ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫിഗർ. നെക്സ്റ്റ് വൺ, അപ്പോൾ ഇതാണ് മൂന്ന് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, മൂവിങ് കോയിൽ ആൻഡ് മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ. അനദർ വൺ, മൂവിങ് കോയിൽ ആൻഡ് മൂവിങ് ആൻഡ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചു, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചു. സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിലെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ്, ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ്, റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് പഠിച്ചു. പിന്നെ ഈ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന ഫോഴ്സസിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ, ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്, കൺട്രോളിംഗ് ഫോഴ്സ് ആൻഡ് ഡാമ്പിംഗ് ഫോഴ്സ്. ഈ മൂന്ന് ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണെന്ത്, MC ഇൻസ്ട്രുമെന്റും MI ഇൻസ്ട്രുമെന്റും, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റും മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റും. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദെയർ മൂവിംഗ് സിസ്റ്റം. ദേ ആർ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആൻഡ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്. സോ ഈ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിൽ ദർ ആർ ടു ടൈപ്സ്, പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റും ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റും. PMMC ഇൻസ്ട്രുമെന്റും ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്നാണ് MC ഇൻസ്ട്രുമെന്റ്സ് ആണ്. വേറസ് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ടൈപ്പ്, റിപ്പൾഷൻ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ് നമുക്ക് വരുന്നത്. അട്രാക്ഷൻ ടൈപ്പ്, റിപ്പൾഷൻ ടൈപ്പ് മൂവിംഗ് അയണിൽ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PMMC ഇൻസ്ട്രുമെന്റ് ഓർ MC ഇൻസ്ട്രുമെന്റിലെ സ്പെസിഫിക് ക്ലാസിഫിക്കേഷൻ ആണല്ലോ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, the most commonly used instrument to measure DC quantities like voltage and current is the permanent magnet moving coil instrument, PMMC. Okay, the most commonly used instrument എന്താണ്, DC quantities, specifically for DC. ശ്രദ്ധിച്ചോളണം, DC quantities എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. So it's very important. DC quantities like voltage, current, etc. we are using PMMC instrument. The working of PMMC instrument is based on the principle that when current carrying conductor is placed in magnetic field, it is attracted upon by a force which tends to move the conductor. ഇതിനാണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് പഠിച്ചത്. ഓർമ്മയുണ്ടോ ലോറൻസ് ഫോഴ്സ്? ലോറൻസ് ഫോഴ്സ് നമ്മൾ എവിടെയാണ് കേട്ടത്? നമ്മൾ DC മോട്ടോർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. DC മോട്ടോറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഈ ലോറൻസ് ഫോഴ്സ് ആണ്. ലോറൻസ് ഫോഴ്സ് ആണ്. അതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് എന്തിൽ വരുന്നത്? MC ഇൻസ്ട്രുമെന്റിലും വരുന്നത്. ദ DC മോട്ടോർ ഓൾസോ വർക്ക്സ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. സോ MC ഇൻസ്ട്രുമെന്റ് എന്തിന്റെ പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നത്? DC മോട്ടോർ പ്രിൻസിപ്പിളാണ് എന്ത് ചെയ്യുന്നത്? MC ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത്. മൂവിംഗ് കോയിൽ അല്ലെങ്കിൽ PMMC ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത് എന്തില്? മോട്ടോർ പ്രിൻസിപ്പിൾ, DC മോട്ടോറിന്റെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. The PMMC instrument consists of permanent magnet. പേര് പറയുന്നതിന് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ. അപ്പോൾ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആണ് വിത്ത് പെർമനന്റ് മാഗ്നറ്റ് കൂടെ അതിൻ്റെ അകത്ത് ഉണ്ട്. ഓക്കെ,
Permanent magnet moving coil instrument consists of a permanent magnet and a rectangular coil wound with a very fine gauge insulated copper wire on a thin light aluminum former. അപ്പോൾ ഈ അലുമിനിയം ഫോർമറിന്റെ കേസ് തൊട്ട് മുമ്പ് നമ്മൾ എഡ്ഡി കറന്റ് ഡാമ്പിങ്ങിന്റെ കേസിൽ പറഞ്ഞു. എഡ്ഡി കറന്റ് ഡാമ്പിങ്ങിന്റെ കേസിൽ ഡിസ്ക് അല്ലെങ്കിൽ അലുമിനിയം ഫോർമറിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് എഡ്ഡി കറന്റ് ഉണ്ടാവുന്നത്. അതാണ് ഡാമ്പിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അലുമിനിയം ഫോർമറിലാണ് എന്ത് വൗണ്ട് ചെയ്തിട്ടുള്ളത്, ഈ കോയിൽ വൗണ്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കോയിൽ വൗണ്ട് ചെയ്തിട്ടുള്ളത്. PMMC ഇൻസ്ട്രുമെന്റ് കൺസിസ്റ്റ് ഓഫ് എ പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് എ റെക്ടാങ്കുലർ കോയിൽ വൗണ്ട് വിത്ത് എ വെരി ഫൈൻ ഗേജ് ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഓൺ എ തിൻ ലൈറ്റ് അലുമിനിയം ഫോമർ. The aluminum former not only supports the coil but also produces eddy current for damping. കോയിലിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല എന്ത് ചെയ്യും, എഡ്ഡി കറന്റ് കൂടെ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ഡാമ്പിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന എഡ്ഡി കറന്റ് കൂടെ എന്ത് ചെയ്യും, ഇത് പ്രൊഡ്യൂസ് ചെയ്യും. The coil and former are attached with the spindles on either side and supported by jeweled bearing so as to make the assembly to move freely in a air gap. അപ്പോൾ ജുവൽ ബിയറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജുവൽ ബിയറിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ഫിഗറിൽ നോക്കാം. കണ്ടോ, ഇതാണ് ജുവൽ ബിയറിംഗിൻ്റെ കേസ് പറഞ്ഞ്. ജുവൽ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയ ഓഫ് കോൺടാക്ട് കുറവാണ്. ഇറ്റ്സ് പോയിന്റഡ് കോൺടാക്ട് ആണ്. പോയിന്റഡ് കോൺടാക്ട് ആയതുകൊണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇതിന് മൂവ് ചെയ്യാം. സോ ഇങ്ങനെ ഒരു പൊസിഷനകത്ത് എന്ത് ചെയ്യും, ഒരു നീഡിൽ പോലെ എന്ത് ചെയ്യാം, നീഡിൽ പോലെയാണ് അത് നിൽക്കുന്നത്. സോ പോയിന്റ് ഓഫ് കോൺടാക്ട് കുറവായതുകൊണ്ട് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ പാർട്സ് ഇതിൽ കാണിച്ചിട്ടുണ്ട്, ഓരോ പോയിന്റ്സ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ഫോർമറിൽ വൗണ്ട് ചെയ്തിട്ട് അലുമിനിയം ഫോർമറാണ് ഈ കാണുന്നത്. അലുമിനിയം ഫോർമറിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോപ്പർ വയർ വൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, തിൻ കോപ്പർ വയർ വൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്പിൻഡിൽ. ഓക്കെ, ദിസ് വൺ ഇസ് സ്പിൻഡിൽ. ഫോർമർ, ഇത് കോപ്പർ വയർ, ഇതെന്താണ്, ഇത് സ്പിൻഡിലാണ് കേട്ടോ, സ്പിൻഡിൽ. ദെൻ ഇതാണ് സ്പ്രിങ്, കൺട്രോൾ സ്പ്രിങ്. മുകളിലുണ്ട്, താഴെയുണ്ട്. സ്പ്രിങ് വഴിക്കാണ് ഇതിൽ കണക്ഷൻ വരുന്നത് കേട്ടോ. സ്പ്രിങ് വഴി MC ഇൻസ്ട്രുമെന്റ് സ്പ്രിങ് ബ്രേക്ക് ആയാലും ഇത് ഇൻസ്ട്രുമെന്റ് വർക്ക് ആവില്ല, അത് ഓർത്തോളണം. സോ ഇത് ജുവൽ ബിയറിംഗ്, സ്പിൻഡിൽ സ്പ്രിങ്, താഴത്തെ സ്പിൻഡിൽ സ്പ്രിങ് തന്നെയാണ്, താഴെ ജുവൽ ബിയറിംഗ് ഉണ്ട്. ഓക്കെ, റെക്ടാങ്കുലർ മൂവിങ് കോയിൽ. ഓക്കെ, ഇത് റെക്ടാങ്കുലർ മൂവിങ് കോയിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിനകത്താണ് അലുമിനിയം ഫോർമർ വരുന്നത്. സോ ഇതാണ് മാഗ്നറ്റ്, നമ്മുടെ ഒരു യു ഷേപ്ഡ് മാഗ്നറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ വൈൻഡിങ് വരുന്നത്. ഓക്കെ, മൂവിങ് കോയിൽ വരുന്നത്, പോൾ പീസ്, ദെൻ സ്പിൻ, ഇത് നീഡില്. ഓക്കെ, സോഫ്റ്റ് അയൺ കോർ, പെർമനന്റ് മാഗ്നറ്റ്, പോയിന്റർ. ഓക്കെ, സോ പോൾ പീസ് മീൻസ് ഇത് നമ്മുടെ മോട്ടർ പോലെ ഉണ്ടോ, ഇത് നമ്മുടെ മോട്ടറിന്റെ എന്താ പറയാ, ഇത് ഫീൽഡ് വൈൻഡിങ് പോലെ, ഫീൽഡ്. ഇത് ആർമേച്ചർ പോലെ വർക്ക് ചെയ്യുക, ആർമേച്ചർ. ഓക്കെ, the two ends of the core are connected to two phosphor bronze springs fixed on each spindle to lead in and lead out the current. So ഒരിടത്തൂടെ കറണ്ട് കയറിയിട്ട് എന്ത് ചെയ്യും, ഒരിടത്തൂടെ കറണ്ട് എൻ്റർ ആവും, മറ്റിടത്തൂടെ കറണ്ട് എന്ത് ചെയ്യും, ലീവ് ചെയ്യും. അപ്പൊ സ്പ്രിങ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് കയറുന്നത് ഇറങ്ങുന്നത് കേട്ടോ. on each spindle to lead the current in and out. The springs are spiraled in opposite direction in order to neutralize the effect of temperature change. അപ്പോൾ ടെമ്പറേച്ചർ ചേഞ്ചിന് ന്യൂട്രലൈസ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരെണ്ണം ക്ലോക്ക് വൈസ് വേണ്ടി ചെയ്യുമ്പോൾ ഒരെണ്ണം എന്താണ്, ആൻറ്റി ക്ലോക്ക് വൈസ് വേണ്ടി ചെയ്തിട്ടുള്ളത് ടെമ്പറേച്ചർ എഫക്റ്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The horseshoe shaped permanent magnet is made of an alloy called alnico. It's also a repeated question. So ഇതിനകത്ത് മാഗ്നറ്റ്, പെർമനന്റ് മാഗ്നറ്റ് മേക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അലോയ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അൽനിക്കോ വിട്ടുപോകരുത്, അൽനിക്കോ. And it has soft iron pole pieces which are shaped to distribute uniform flux in the air gap.
So deflecting torque of PMMC instrument is directly proportional to current. Another important point, PMMC instrument deflecting torque is proportional to what? Current. Proportional to current എന്നുള്ളത് വളരെ important ആണ്. TD proportional to I. Then അടുത്ത important point, the scale of PMMC instrument is uniform. Scale of PMMC instrument is uniform. That is the scale in which the space between numbers are equal. അപ്പോൾ space between numbers equal ആണെങ്കിൽ that is called uniform. നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 0, 10, 20, 30, 40, 50. ഇതാണ് യൂണിഫോം സ്കെയിൽ. നെക്സ്റ്റ് നോൺ യൂണിഫോം സ്കെയിൽ 0, 10 ഉണ്ടാവും, നെക്സ്റ്റ് 50 ആയിരിക്കും, നെക്സ്റ്റ് 200 ആയിരിക്കും, നെക്സ്റ്റ് 500 ആയിരിക്കും, നെക്സ്റ്റ് 1000 ആയിരിക്കും. അപ്പോൾ സെയിം ഇൻ്റർവെല്ലിൽ തന്നെ എന്ത് ചെയ്യും, ഒരു ലോഗരിതമിക് സ്കെയിൽ പോലെ ഓക്കെ നോൺ യൂണിഫോം സ്കെയിൽ ഒരു നോൺ ലീനിയർ സ്കെയിൽ വരും. നോൺ ലീനിയർ സ്കെയിൽ. അപ്പോൾ ഈ ലീനിയർ സ്കെയിൽ അല്ലെങ്കിൽ യൂണിഫോം സ്കെയിൽ എന്ന് പറയുന്നതാണ്. നോൺ യൂണിഫോം അല്ലെങ്കിൽ നോൺ ലീനിയർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, മനസ്സിലായോ? റൈറ്റ്. So the amount of current necessary to cause full scale deflection of the meter pointer is the meter sensitivity. എന്താണ് meter sensitivity? It's the amount of current necessary to cause full scale deflection of the meter pointer is the meter sensitivity. അപ്പോൾ meter pointer full scale deflection വേണ്ടിയുള്ള കറണ്ടിനെയാണ് എന്ത് പറയുക, മീറ്ററിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുക. The typical current meter sensitivity varies about 5 microampere to 75 milliampere. So typically current sensitivity 5 microampere മുതൽ 75 milliampere വരെയാണ്. അത്രയും കുറച്ച് കറണ്ട് മാത്രമേ ആ ഇൻസ്ട്രുമെന്റിൽ കൂടെ പാസ് ചെയ്ത് പോകത്തുള്ളൂ കേട്ടോ, ആ സ്പ്രിങ്ങിൽ കൂടെ പാസ് ചെയ്യുള്ളൂ. ലാർജ് കറണ്ട് ഒന്നും സ്പ്രിങ്ങിൽ കൂടെ പാസ് ചെയ്യില്ല. അത് നമ്മൾ വേറെ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പറയും ഷണ്ട് കണക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്ലയർ കണക്ട് ചെയ്യാറുണ്ട്. സീരീസ് ആയിട്ടോ പാരലായിട്ടോ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് അതുവഴിക്ക് കൂടെ എന്ത് ചെയ്യും, കറണ്ട് പാസ് ചെയ്തു. സോ സെൻസിറ്റിവിറ്റി ഈസ് ഫോർ ദി സ്പ്രിങ്. മെയിൻ ആയിട്ട് വരുന്നത് സ്പ്രിങ്ങിന്റെ കേസിലാണ് പറയുന്നത്. Then PMMC instrument is a polarized instrument. It could be used only in DC. PMMC instrument പ്രത്യേകത എന്താണ്? It's a polarized instrument ആണ്. PMMC instrument is a polarized instrument. So ഇത് ഡി സിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമ്മൾ യൂസ് ചെയ്യും. ഇറ്റ് കുഡ് ബി യൂസ്ഡ് ഓൺലി ഇൻ ഡി സി. PMMC instrument could be directly used to measure milli or micro amperes, as moving coil can carry a low current only. PMMC instrument എന്ത് ചെയ്യാം, മില്ലി ഓർ മൈക്രോ ആംപിയർ റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് മെയിനായിട്ട് വരുന്നത് കേട്ടോ. മെയിനായിട്ട് വരുന്നത് മില്ലി ഓർ മൈക്രോ ആംപിയർ റേഞ്ചിലാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ വലിയ റേഞ്ചിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും വിത്ത് പ്രോപ്പർ ഷണ്ട്. അതാണ് അടുത്ത് പറയുന്നത്. വിത്ത് പ്രോപ്പർ ഷണ്ട്സ് ദിസ് ഇൻസ്ട്രുമെന്റ് കുഡ് ബി യൂസ്ഡ് ടു മെഷർ ലാർജ് കറണ്ട്, ആൻഡ് വിത്ത് പ്രോപ്പർ സീരീസ് റെസിസ്റ്റർ കോൾഡ് മൾട്ടിപ്ലയർ ഇറ്റ് കുഡ് ബി കൺവേർട്ടഡ് ടു വോൾട്ട് മീറ്റർ. ഓക്കെ, അപ്പോൾ എം സി ഇൻസ്ട്രുമെന്റ് പ്ലസ് ഒരു ഷണ്ട് കൂടെ കണക്ട് ചെയ്ത് എന്താവും, ആ ഒരു അമ്മീറ്റർ ഫോർ ലാർജ് കറണ്ട് അല്ലേ. ഒരു എം സി ഇൻസ്ട്രുമെന്റ് പ്ലസ് സീരീസ് റെസിസ്റ്റർ ഓർ മൾട്ടിപ്ലയർ എന്താവും, വോൾട്ട് മീറ്റർ വിത്ത് ലാർജ് വോൾട്ടേജ് റേഞ്ച്. ഓക്കെ, ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. റൈറ്റ്. നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ്. പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് നോക്കാം, ഇറ്റ് കൺസ്യൂംസ് ലെസ് പവർ. വളരെ കുറച്ച് പവർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇത് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അതിനകത്ത് വേറെ അങ്ങനെ ലോസിന്റെ കേസൊന്നും വരുന്നില്ല. സോ ഇത് വളരെ കുറച്ച് പവർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൺസ്യൂം ചെയ്യുന്നുള്ളൂ. റൈറ്റ്.
നെക്സ്റ്റ് ഹാസ് യൂണിഫോം സ്കെയിൽ ആൻഡ് കവർ ആൻഡ് ആർക്ക് അപ് ടു 270 ഡിഗ്രി. അപ്പോൾ 270 ഡിഗ്രി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് കവർ ചെയ്യാൻ പറ്റും. അത് നമ്മളൊരു കോട്ടൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ എടുക്കാം.